എടാ ഒന്ന് പ്ലീസ് കണ്ണോ. അങ്ങനെ നമ്മുടെ നാട്ടിലും തെയ്യായിട്ടാ. തെയ്യവും വെച്ചിട്ട് എങ്ങനെയാ വീട്ടിലിരിക്കാൻ പറ്റുക? അപ്പൊ ഞാൻ അമ്മേനെയും വീട്ടിന്റെ അടുത്തുള്ള എന്റെ ഫ്രണ്ടിനെല്ലാം കൂട്ടിയിട്ട് നമുക്ക് തെയ്യം കാണാൻ പോവാന്നും പറഞ്ഞിട്ട് വന്നതാണ്. ഇത് ആക്ച്വലി എന്റെ സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ളൊരു ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് 2 വെറൈറ്റി പേരുകൾ പറഞ്ഞുതരാം കേട്ടോ. ഈ 2 തെയ്യത്തിന്റെ പേരാണ്. ഒന്ന് കൈക്കോളച്ചൻ, മറ്റേത് കേക്കോളച്ചൻ. കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ ഈ ഒരു തെയ്യം കാണാനാണ് വേഗം പോയിന്. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഈ തെയ്യം കഴിഞ്ഞിട്ടുണ്ടായിനെ. ഈ തെയ്യം എന്തല്ലോ തമാശയെല്ലാം പറയട്ടാ, അതെല്ലാം കേൾക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ അടുത്ത തെയ്യം തുടങ്ങുന്നവര് ചെറിയൊരു പോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനോള് വിചാരിച്ച് എന്നാ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന്. ഇപ്പൊ സ്കൂളിന്റെ അടുത്ത് നല്ല അടിപൊളി ചായക്കടയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മ പഠിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് കണ്ടപ്പോൾ ചെറിയൊരു എസ്തെറ്റിക് ഫീലാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് വലിയ കടകളെക്കാളും ഇഷ്ടം കുഞ്ഞു കടകളാണ് കേട്ടോ. പാടെ പോയിരുന്നിങ്ങനെ ചായ കുടിക്കാൻ പറയുന്നൊരു ഫീലായിരിക്കും. നിങ്ങൾ ആ ഏച്ചിമാർ കണ്ടാ? അവർ ശിങ്കാരി മേളത്തിന്റെ ആൾക്കാരാന്നേ. ഈ ഒരു അമ്പലത്തിൽ വലിയ രീതിയിൽ കാഴ്ചവരവൊന്നും ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എല്ലായിടത്തും എത്തലുണ്ട്. അപ്പം അങ്ങനെ ചായയെല്ലാം കുടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കസിനെ കണ്ടത്. അവനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ നേരം കളഞ്ഞു. എടാ നിന്റെ പേരെന്ന് പറഞ്ഞു. ഈ പഴംപൊരി തിന്നോണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് വെള്ളാട്ടം കീഴുന്ന സൗണ്ട് കേട്ടത്. ചെണ്ടക്കൂറ്റി കേട്ടപ്പോൾ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റാണ്ടായി. ഇനിയിപ്പോൾ ആ തെയ്യം കാണാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പഴംപൊരി ഒന്നും ഞാൻ തിന്ന് തീർക്കാൻ നിന്നില്ല കേട്ടോ. അതും പിടിച്ചിട്ട് ഓളയും വലിച്ചിട്ട് ഓടി. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ടും വീഡിയോ ലോങ് ആവുന്നതുകൊണ്ടും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.